കോരഹപുത്രന്മാരുടെ ധ്യാനമായി 85, 87 അധ്യായങ്ങളൊക്കെ, അല്ലെങ്കിൽ സങ്കീർത്തനങ്ങളൊക്കെ. അതിൻ്റെ ഇടയിൽ ചേർത്ത് ഇണക്കിയിരിക്കുന്ന ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് 86-ാമത്തെ സങ്കീർത്തനം. സ്തോത്രം. ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ് നമ്മളിവിടെ കാണുന്നത്. ഭക്തൻ പ്രാർത്ഥിക്കുക, യഹോവേ ചെവി ചായിക്കണമേ, എന്നിട്ട് പറയുക എനിക്ക് ഉത്തരമരുളണമേ. സ്തോത്രം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടാകാറില്ലേ? കർത്താവേ, ഈ വിഷയത്തിൽ അങ്ങ് എനിക്ക് വേണ്ടി ചെവി ചായിക്കണം, അങ്ങ് എനിക്ക് എന്ത് ചെയ്യണം? ഉത്തരമരുളണം. പല നാളുകളായി അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാനൊരു ഉത്തരത്തിനു വേണ്ടി കാത്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അത് ചിന്തിക്കുമ്പോൾ വളരെ ആനുകാലിക പ്രസക്തമായ ഒരു കാര്യം പറയാം. നമുക്കൊക്കെ ഇന്ന് കാലത്ത് എന്തെങ്കിലും ഒരു ഉത്തരം വേണമെങ്കിൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? ഒന്ന് പറഞ്ഞേ, സിമ്പിളായിട്ട് എല്ലാവരും ചെയ്യുന്നവരാ, അതുകൊണ്ട് പറഞ്ഞേ. നമ്മൾ ഓടിപ്പോയി നമ്മുടെ ഫോൺ എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഇന്ന് ഗൂഗിൾ മാത്രമല്ല, ഒത്തിരിയേറെ ഇതുപോലെയുള്ള സെർച്ച് എൻജിൻസ് വന്നിട്ടുണ്ട്. ചിലർ മെറ്റയിൽ സെർച്ച് ചെയ്യും, ചിലർ ജെമിനിയിൽ സെർച്ച് ചെയ്യും, ചിലർ ചാറ്റ് GPT സെർച്ച് ചെയ്യും. അങ്ങനെ എത്രയോ സെർച്ചിങ് ഓപ്ഷൻസ് ഇന്ന് നമുക്ക് അവൈലബിളാണ്. പക്ഷെ തൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഒരു ഉത്തരത്തിന് വേണ്ടി ഭക്തൻ ചെന്ന് അഭയം പ്രാപിക്കുന്നത്, സ്തോത്രം, ലോകത്തിൻ്റെ ഗൂഗിളിലോ ലോകത്തിൻ്റെ ജ്ഞാനികളുടെ അടുക്കലോ അല്ല. തനിക്ക് കൃത്യമായ ഉത്തരം ഇന്നലെ അറിഞ്ഞ് നാളെ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് ഭക്തൻ ചോദിക്കുക, ലോർഡ് ഐ നീഡ് ആൻ ആൻസർ. ദൈവമേ, എനിക്കൊരു ഉത്തരം ആവശ്യമുണ്ട്. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, ചില വിഷയങ്ങളിൽ നിങ്ങൾ ഉത്തരം മുട്ടിയിരിക്കുന്ന അനുഭവങ്ങൾ, നിങ്ങൾക്കൊരു മറുപടി ലഭിക്കാത്ത അനുഭവങ്ങൾ, നിങ്ങൾക്കൊരു കൃത്യമായ മറുപടി പറയാൻ കഴിയാത്തൊരനുഭവത്തിലൂടെ നീ ഇന്ന് പകൽക്കാലം കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് പകൽക്കാലം നമ്മോട് പറയാനുള്ളത്, നീ അവിടെയും ഇവിടെയും ചെന്ന് വാതിലുകളെ മുട്ടുന്നത് നിർത്തിയിട്ട് എൻ്റെ സന്നിധിയിൽ വന്നൊന്ന് ചോദിക്ക്, ഇതിനുള്ള ഉത്തരം എന്താ? ഭക്തൻ അതുപോലെ ചോദിച്ചു. അവൻ ഒത്തിരി വ്യാകുലപ്പെട്ടു. ഒടുവിൽ ഇതിൻ്റെ അന്തം എന്താകുമെന്ന് ഞാൻ കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു. അവിടെ നിന്ന് അവൻ കാണുകയാ, കർത്താവേ, നീ അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. സ്തോത്രം. ചിലതിൻ്റെ കൃത്യമായ ഉത്തരം, ചിലതിൻ്റെ ശരിയായ ആൻസർ എനിക്ക് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എവിടെ ചെല്ലണം? ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലണം. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ മറ്റുള്ള സെർച്ചുകളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ചില നിമിഷങ്ങൾ നിങ്ങളുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ തയ്യാറാകുമെങ്കിൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ചില മറുപടികളെ അയക്കുമെന്ന് ഈ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഇന്ന് ആത്മാവിൽ ദൂത് പറയുകയാണ്. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. മുഴങ്കാൽ മടക്കാൻ തയ്യാറാകണം. പ്രാർത്ഥിക്കാൻ സമയമില്ലാത്ത അനുഭവങ്ങൾക്ക് വ്യത്യാസം വരണം. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ട്. സ്തോത്രം. ഒരു ഭക്തൻ മലയുടെ മുകളിൽ തൻ്റെ മുഴങ്കാലുകളുടെ ഇടയിൽ തല വെച്ചുകൊണ്ട്, സ്തോത്രം, അവൻ പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ ശിഷ്യൻ ഉത്തരം കാണാൻ കഴിയുന്നില്ല. സ്തോത്രം. പക്ഷേ അവന് കൃത്യമായ ഉത്തരം അവൻ്റെ മുഴങ്കാലുകളുടെ പ്രാർത്ഥന അവന് നൽകി. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം എവിടെയാണെന്നറിയാമോ? ഇറ്റ്സ് ഓൺ യുവർ നീസ്. അത് നിൻ്റെ മുഴങ്കാലുകളിലാണ് ഉള്ളത്. സ്തോത്രം. ഇന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ലാത്ത, പ്രാർത്ഥനയ്ക്ക് കൂടാൻ സമയമില്ലാത്ത, സ്തോത്രം, ആരാധനയും പ്രാർത്ഥനയും അലക്ഷ്യമാക്കി കളയുന്ന തലമുറയോട് ദൈവാത്മാവിൽ ഇന്ന് പകൽക്കാലം ഞാൻ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ നേരം കണ്ടെത്തുക. സ്തോത്രം. ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കുവാൻ നിങ്ങൾ നേരം കണ്ടെത്തുക. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ ഈ പ്രതിസന്ധിക്ക് പ്രാർത്ഥനയെങ്കിൽ പരിഹാരമുണ്ട്. ഭക്തൻ പറയുകയാ, യഹോവേ ചെവി ചായിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. സ്തോത്രം. എന്നിട്ട് പറയാം, ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നെന്ന്. ഇന്ന് കാലത്ത് നമുക്ക് പറയാൻ ഭയങ്കര വിഷമമാണ്. എത്ര പേര് പറയരുതെന്നാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ നാവുകൊണ്ട് നീ എന്നാ പറയരുത്? നീ എളിയവനാണെന്ന് പറയരുത്. ഞാനൊരു പാട്ടിൻ്റെ 2 വരി എഴുതി എനിക്കറിയാവുന്ന ഒരു വ്യക്തിക്ക് അയച്ചു കൊടുത്തപ്പോൾ ഞാൻ അതിനകത്ത് ഉപയോഗിച്ച് ഞാനൊരു അശുവാണ് എന്ന് ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ അദ്ദേഹം എനിക്ക് മറുപടി അയച്ചതാ, നമ്മൾ അശുവാണെന്നൊന്നും എഴുതരുത്. പക്ഷെ കർത്താവ് വിളിക്കുന്നുണ്ട്. കർത്താവ് യാക്കോബിനെ നോക്കി വിളിക്കുക, പുഴുവായ. പക്ഷെ ഞാൻ പറയുന്നത് എന്തുവാ?
സിംഹമാണ് ഞാൻ പുഴുവാകാനൊന്നും തയ്യാറല്ല. പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, നമ്മളെ ദൈവസന്നിധിയിൽ താഴ്ത്താൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, നമ്മളെ ഒന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, താഴ്മയുള്ളിടത്ത് ഉയർച്ച വരത്തുള്ളൂ. സ്തോത്രം. നമ്മുടെ ഗർവങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? താഴണം. സ്തോത്രം, സ്തോത്രം. ഗർവമുള്ളവന് വീഴ്ചയ്ക്ക് മുന്നേ എന്തുവാന്നാ പറയുന്നത്? ഉന്നത ഭാവം എന്നാണ് പറയുന്നത്. ഉന്നത ഭാവം, ഞാൻ ആരോ ആണെന്നുള്ള ഉന്നത ഭാവം. ഇന്ന് പകൽക്കാലം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എത്രയോ മേഖലകളിൽ ഞാൻ ആരൊക്കെയോ ആണെന്നുള്ള ഒരു ധാരണ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തെ വല്ലാതെ പിടിച്ചടക്കിയിട്ടുണ്ട്. പാസ്റ്ററായിട്ട് ഞാൻ പറയും, എനിക്കറിയാത്ത കാര്യമൊന്നുമില്ല. നീ ആരാ എന്നെ ചോദ്യം ചെയ്യാൻ? നീ ആരാ എന്നോടിത് പറയാൻ? സ്തോത്രം. വീട്ടിൽ ഭർത്താവ് പറയുമ്പോൾ ഭാര്യ പറയും, ഞാൻ ഇത്രയും വർഷമായിട്ട് ഇതൊക്കെ കാണുന്നതാ. ഭാര്യ പറയുമ്പോൾ ഭർത്താവും പറയും. കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് എന്തുവാ? ഡാഡിക്കും മമ്മിക്കും എന്നെ അറിയാം, നിങ്ങൾ ഇതൊക്കെയല്ലേ കണ്ടിട്ടുള്ളൂ, ഞങ്ങളിന്ന് ജീവിക്കുന്നത് AI യുഗത്തിലാണ്. സ്തോത്രം. നിങ്ങൾക്കൊന്നും അറിയത്തില്ല. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, സ്തോത്രം, സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, കർത്താവേ, ഈ വിഷയങ്ങളിൽ എനിക്കൊരു ദാരിദ്ര്യം ഉണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന കർത്താവ് പറയുക, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്നത് ശാപമൊന്നുമല്ല. ചില സമയങ്ങളിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് അനുഗ്രഹമാണ്. അത് തിരിച്ചറിയണം. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിനക്കൊന്നും ഇല്ലാതിരിക്കാൻ നീ ഇപ്പോൾ പറയുന്നത് എന്തുവാ? നീ ധനവാനാ, നിനക്കെല്ലാം ഉണ്ട്, അല്ലേ? സഭയോട് പറയുന്ന ദൂതാ, എനിക്കെല്ലാം ഉണ്ട്, ഐ ഹാവ് എവറിത്തിങ്, ഞാൻ എല്ലാം തികഞ്ഞവനാ. പ്രാർത്ഥിക്കാൻ എന്നോട് പാസ്റ്റർ പറയരുത്, പാട്ട് പാടാൻ പാസ്റ്റർ എന്നോട് പറയരുത്, സഭയിൽ വരാൻ പാസ്റ്റർ എന്നോട് പറയരുത്, കാരണം ഐ എം പെർഫെക്റ്റ്. എന്നിട്ട് അവസാനം നമ്മൾ എന്നാ പറയുന്നറിയോ? പാസ്റ്റർ എന്തേ കാണുന്നുള്ളൂ, ഞാനിവിടെ വരാത്തതേ കാണുന്നുള്ളൂ, ഞാൻ എവിടെയായിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? അത് ദൈവത്തിൻ്റെ പ്ലീസിങ് വില്ലിനകത്താണ് ഞാനിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് എസ്കേപ്പ് ചെയ്യും. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നമ്മുടെ ചിന്താഗതികൾക്ക് ഒരു വ്യത്യാസം വന്നിട്ട് നമ്മൾ പറയണം, കർത്താവേ, ഇന്ന മേഖലകളിൽ എനിക്ക് ഒത്തിരി ദാരിദ്ര്യമുണ്ടെന്ന് പറയണം. സ്തോത്രം. എനിക്ക് ഒത്തിരി ദാരിദ്ര്യമുണ്ട്, ആത്മീക വിഷയങ്ങളിൽ ഞാൻ ഒത്തിരി ദാരിദ്ര്യം അനുഭവിക്കുന്നു. അപ്പോൾ കർത്താവ് പറയും, ചതഞ്ഞ ഓടെ ഞാൻ എന്ത് ചെയ്യത്തില്ല? ഒടിച്ച് കളയത്തില്ല. പുകയുന്ന തിരിയെ ഞാൻ എന്ത് ചെയ്യത്തില്ല? ഞാൻ കെടുത്ത് കളയത്തില്ല. സ്തോത്രം. ഞാനതിനെ ഊതി കത്തിച്ച് അതിൽ എണ്ണ പകർന്ന് അതിൻ്റെ കരിന്തിരികളെ മാറ്റി അത് ജ്വലിക്കുന്ന ഒരു നല്ല പ്രകാശം പരത്തുന്ന വിളക്കായി തീരത്തക്കവണ്ണം നമ്മിൽ പരിശുദ്ധാത്മാവാകുന്ന എണ്ണയൊഴിച്ച് നമ്മെ പ്രകാശപൂരിതമാക്കുന്നവൻ ഇന്ന് പകൽക്കാലം താഴ്ത്തി ദൈവസന്നിധിയിൽ കൊടുക്കുന്നവൻ്റെ പ്രാർത്ഥന കേട്ട് അവനെ പ്രകാശിപ്പിക്കുവാൻ, അവനെ ജ്വലിപ്പിക്കുവാൻ സർവശക്തനാ. അവൻ വിശ്വസ്തതയുള്ളവനാ, സ്നേഹമുള്ളവനാ. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. സങ്കീർത്തനക്കാരൻ പറയാ, ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. എന്നിട്ട് പറയാ, കർത്താവേ, എൻ്റെ പ്രാണനെ കാക്കണമേ. സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാണനെ കാത്തില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ പണത്തിന് നമ്മുടെ പ്രാണനെ കാക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ദുഃഖമെങ്കിലും നമ്മൾ ഈ ദിവസങ്ങളിൽ വായിക്കുന്ന വാർത്തകൾ അതൊക്കെയല്ലേ വെളിപ്പെടുത്തുന്നത്. എത്ര ക്ഷണഭങ്കുരമാണ് നമ്മുടെ ജീവിതം. സ്തോത്രം. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുപോലെ പ്രതീക്ഷകളുടെ അങ്ങേ അറ്റത്ത് സ്തോത്രം പലതും നമ്മൾ ആരംഭിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ അതിൻ്റെ ഒരറ്റം പോലും റീച്ച് ചെയ്യാൻ കഴിയാതെ തകർന്നു പോകത്തക്കവണ്ണം സ്തോത്രം ഭയങ്കരമായി മൊമെൻട്രിയ നൈമിഷികമാണ് നമ്മുടെ ജീവിതം എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അങ്ങനെയുള്ള തിരിച്ചറിവിൽ നിന്ന് നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കണം. കർത്താവേ, അവിടെ നിന്ന് എന്ത് ചെയ്യണം? അവിടെ നിന്ന് എൻ്റെ പ്രാണനെ കാക്കണം. എന്നിട്ട് പറയാം, ഞാൻ നിൻ്റെ ഭക്തനാകുന്നുവെന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തെ ഒന്ന് ആ സ്റ്റേറ്റ്മെൻറ്റിനോട് മാച്ച് ചെയ്തിട്ട് പറയണം, അതുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തിയിട്ട് പറയണം. ഞാൻ ഭക്തനാണെന്ന് ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങൾക്കും പറയാൻ പറ്റുമോ? സ്തോത്രം. 97-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. 97-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യം. നോക്കുക,
അവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുക്കുവീൻ. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുന്ന നാം എന്ത് ചെയ്യണം? ഭക്തനാണെന്ന് പറയുന്ന ഞാൻ എന്ത് ചെയ്യണം? ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ? ദോഷത്തെ എന്ത് ചെയ്യണം? മാറ്റി നിർത്തണമെന്നല്ല പറഞ്ഞേക്കുന്നത്. ആ വാക്കാണ് എനിക്കിഷ്ടം. നമ്മൾ ചിലതിനൊക്കെ എന്ത് ചെയ്യും? ചില സമയത്ത് ഉപവാസം പ്രഖ്യാപിക്കുമ്പോൾ എന്ത് ചെയ്യും? ആഹാരം മാറ്റി വെക്കും. ആഹാരത്തെ വെറുത്തിട്ടാണോ? അല്ല, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉപവാസം കഴിയുമ്പോൾ നമ്മളതെടുത്ത് ഭക്ഷിക്കും. സ്തോത്രം. എന്ന് പറഞ്ഞ പോലെയാണ് പലപ്പോഴും പല പാപങ്ങളും നമ്മൾ ചെയ്യുന്നത്. ചർച്ച വരുമ്പം അതങ്ങ് മാറ്റി വെക്കും. സ്തോത്രം. തിരുവത്താഴം ഉള്ളപ്പം അതിനെ അങ്ങ് മാറ്റി വെക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ചെന്ന് എന്ത് ചെയ്യും? എടുത്ത് തിരിച്ച് നമ്മുടെ മേത്ത് തന്നെ വെക്കും, നമ്മുടെ ജീവിതത്തിൽ തന്നെ കൊണ്ടുവരാം. പ്രിയമുള്ളവരെ, അതല്ല വെറുക്കുക എന്ന് പറയുന്നത്. വെറുക്കുക എന്ന് പറയുന്നതിന് ഒത്തിരി ആഴമേറിയ അർത്ഥമുണ്ട്. വെറുക്കുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ വെറുക്കുന്ന ചില കാര്യങ്ങളെ നമ്മൾ നമ്മുടെ അടുത്ത് കൊണ്ടുവരുമോ? സ്തോത്രം. മാലിന്യങ്ങൾ നമുക്ക് വെറുപ്പാണ് അല്ലേ? നിവൃത്തികെട്ട് ഇവിടുത്തെ ഓടവെള്ളം റോഡിൽ കയറുമ്പോൾ നമ്മളത് ചവിട്ടുന്നതല്ലാതെ വേണമെന്ന് വെച്ച് ഇത്രയും നേരം മാറ്റി വെച്ച് കുറച്ച് നേരം ഇനി അകത്തെ കളിച്ചേക്കാന്ന് പറഞ്ഞ് നമ്മൾ പോയി കളിക്കുമോ? ഇല്ല. അതേസമയം നമ്മൾ വേറൊരു സ്വിമ്മിംഗ് പൂളിൽ വേണേൽ പോയി എന്ത് ചെയ്യും? ഒരു ടൂറിനൊക്കെ പോയി നമ്മൾ കളിക്കും. സ്തോത്രം. കണ്ടോ, വെറുക്കുന്നതും സ്നേഹിക്കുന്നതുമുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യഹോവയെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യണം? ദോഷത്തെ വെറുക്കണം. അതിനോടൊരു വെറുപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഇന്ന് പലപ്പോഴും സ്തോത്രം വേർപെട്ട് ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുന്ന നമുക്ക് പലതിനോടും എന്തില്ല? വെറുപ്പില്ല. മാറ്റിവെക്കും കുറച്ച് സമയത്തേക്കിന്. കാലം മാറുമ്പോൾ നമ്മളത് പതുക്കെ എടുത്ത് തിരിച്ചിടും. അതല്ല ഇന്ന് സംഭവിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ വർജിച്ചതിനെ പലതിനെയും നമ്മൾ ഇന്നെടുത്ത് തോളയിൽ വെച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ശാപമല്ലേ? ദൈവത്തിന് സ്തോത്രം. യഹോവയെ സ്നേഹിക്കുന്നെന്ന് ഞാനും നിങ്ങളും പറയുന്നെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് ഞാനും നിങ്ങളും പറയുന്നെങ്കിൽ വിട്ടതിനെ വെറുക്കണം. അത് ചപ്പാണെന്ന് എണ്ണണം. ചപ്പാണെന്ന് എണ്ണിയാൽ, ഈ ചപ്പെന്ന് പറഞ്ഞാൽ എന്തുവാ? വേസ്റ്റ്, ട്രാഷ്. ആരെങ്കിലും എടുത്ത് സഞ്ചിക്കകത്തിടുവോ? ഇടും. വേസ്റ്റ് കൊട്ടയെ കൊണ്ടുപോയി ഇടാൻ വേണ്ടി അതിനിപ്പോൾ വരുന്നുണ്ട്. എന്നാ ബാഗാ? ഗാർബേജ് ബാഗ്. അതിന് പ്ലേസ്. നമ്മുടെ ആരുടെയും ക്യാരി ബാഗിൽ, അല്ലെങ്കിൽ നമ്മുടെ ആരുടെയും എന്നാ പറയുന്നേ, നമ്മുടെ തോളെ തൂക്കുന്ന വാനിറ്റി ബാഗിനകത്തൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല? നമ്മൾ ചപ്പും ചവറും എടുത്തിടുകയില്ല. അത് ചിന്തിക്കണം. പ്രഷ്യസ് ആയിട്ടുള്ളതാണ് ഇതിനകത്ത് വെക്കുന്നത്. പക്ഷെ ഇപ്പം നമ്മളെന്താ ചെയ്യുന്നേ? സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൻ്റെതിനെ ചപ്പെന്നും കുപ്പയെന്നും എണ്ണിയെങ്കിൽ അത് ട്രാഷിനകത്തെ കാണാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് ബിന്നിനകത്തെ കാണാവുള്ളൂ. അത് വെറുക്കപ്പെട്ടതാ. സ്തോത്രം. അതിനകത്ത് 5 രൂപ തൊട്ട് വീണാൽ നമ്മൾ എന്ത് പറയും? സാരമില്ല, പോട്ടെ, ഇച്ചിച്ചിയാ, അത് നമ്മൾ തുടരുതെന്ന് പറയും. സ്തോത്രം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? യഹോവയെ സ്നേഹിക്കുന്നവൻ എന്നാ ചെയ്യണം? വെറുക്കണം. പാപത്തെ വെറുക്കണം, തെറ്റിനെ വെറുക്കണം. സ്തോത്രം. അതിനെ അല്പസമയത്തേക്ക് അകറ്റി നിർത്തിയിട്ട് പിന്നെ സാഹചര്യം കിട്ടുമ്പോൾ എടുത്തിടുകയല്ല. സ്തോത്രം. അതിനെ വെറുക്കാൻ നമുക്കിന്ന് പകൽക്കാലം കഴിയണം. കർത്താവ് പറയുന്ന ഒരു ഭാഗം കൂടെ വായിച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോകുകയാണ്. സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം. അതിൻ്റെ 10-11 വാക്യങ്ങളൊന്ന് വേഗത്തിൽ വായിച്ചേ. കർത്താവ് പറയുന്നതിനകത്ത് സ്നേഹിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കർത്താവ് പറയുന്ന ഒരു പദപ്രയോഗം ശ്രദ്ധിക്കണം. സ്നേഹത്തിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യും? വസിക്കും. ഒരല്പം കൂടി ഡിഫറൻസ് നിങ്ങൾ കാണുന്നുണ്ടോ? സ്നേഹിക്കുക എന്നുള്ളതിൻ്റെ അടുത്ത ഘട്ടമാ ദൈവ സ്നേഹത്തിനകത്ത് വസിക്കുക എന്നുള്ളത്. അതെങ്ങനെയേ സാധിക്കത്തുള്ളൂ? യേശു കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. യേശു കർത്താവിൻ്റെ കൽപ്പനകളെ നമ്മൾ എന്ത് ചെയ്യണം? പാലിക്കണം. പ്രിയമുള്ളവരെ, യഹോവയെ സ്നേഹിക്കുന്ന ഭക്തന്മാർ അവൻ്റെ പ്രാണനെ ദൈവം കാക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ യഹോവയുടെ ഭക്തനായി തീരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദോഷത്തെ വെറുക്കുന്നവരായിരിക്കണം, ദൈവിക കൽപ്പനകളെ പ്രമാണിക്കുന്നവരായിരിക്കണം, ദൈവിക ആജ്ഞകൾക്ക് കീഴ്പ്പെടുന്നവരായിരിക്കണം. സ്തോത്രം. ദൈവത്തിന് മഹത്വം. കഴിഞ്ഞ ആഴ്ചക്കാലം പൂജനഗ്രഹാരയിലുള്ള നമ്മുടെ കന്നഡ ചർച്ചിൽ കടന്നു ചെല്ലുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു മഹാഭാഗ്യം തന്നു. പല വർഷങ്ങളായിട്ടുള്ള ഒരാഗ്രഹമാണ്. സ്തോത്രം. ദൈവം തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കും. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാത്ത നേരത്ത്
ദൈവം ചില കാര്യങ്ങളെ സാധിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അവിടെ ചെന്ന് ഞങ്ങൾ സംസാരിച്ചൊരു വിഷയം, അവൻ്റെ എല്ലാ വിധികളെയും കൈക്കൊള്ളുന്നവരായിരിക്കണം. നമ്മളെല്ലാവരും ഉണ്ടല്ലോ വളരെ സെലക്റ്റീവായിട്ട് കൈക്കൊള്ളുന്നവരാണ്. സെലക്റ്റീവായിട്ട് നമുക്കിഷ്ടപ്പെട്ട വിധികളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കൈക്കൊള്ളും. നമുക്കിഷ്ടമില്ലാത്ത വിധികളെ നമ്മൾ എന്ത് ചെയ്യും? ന്യായീകരിക്കും. വി ഫൈൻഡ് ലൂപ്പ് ഹോൾസ്. ഇന്നത്തെ ലോ പോയിൻറ്റിനകത്തൊക്കെ ലൂപ്പ് ഹോൾസ് ഉള്ളതുപോലെ നമ്മൾ എന്ത് ചെയ്യും? അതിനകത്ത് ഏറ്റവും നല്ല ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ സെൽഫ് ജസ്റ്റിഫൈ ചെയ്യാൻ തക്കവണ്ണം ആ ലൂപ്പ് ഹോളുകളെ പ്രയോജനപ്പെടുത്തും. പക്ഷെ ദൈവത്തിൻ്റെ വചനം, ആമേൻ, സ്തോത്രം, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതായതുകൊണ്ടും അത് സന്ധി മജ്ജകളെ കുത്തി തുളയ്ക്കും വരെ അകത്ത് കയറി ചെല്ലുന്നതാകൊണ്ടും സകലത്തെയും വിവേചിക്കുന്നതാകൊണ്ടും, സ്തോത്രം, നമ്മുടെ ഈ ലൂപ്പ് ഹോൾസ് ഒക്കെ ഉണ്ടല്ലോ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കണ്ണിൽ നല്ല ക്ലിയറായിട്ട് അറിയാം. ഇനി ഒരു കാര്യം കൂടെ തെളിച്ച് പറയട്ടെ, സ്തോത്രം, നമ്മൾ കണ്ടുപിടിക്കുന്ന ലൂപ്പ് ഹോൾസിൻ്റെ റീസൺ എന്നാണെന്നറിയാമോ? നമ്മൾ ആ കാര്യത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതിനാണ് നമ്മൾ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കുന്നത്. ദൈവവചനം ചെയ്യരുതെന്ന് പറഞ്ഞതിനെ നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അതെങ്ങനെ ചെയ്യാമെന്ന് വചനത്തിൽ നിന്ന് നമ്മൾ കാരണം അന്വേഷിക്കുന്നത്. പിശാച് അങ്ങനാ. പിശാച് യേശുവിനോട് പറയുന്നതെല്ലാം വചനമല്ലേ? അല്ലേ? വേദപുസ്തകത്തിൻ്റെ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു വാക്യം പിശാച് കർത്താവിനോട് പറഞ്ഞോ? അവനെ പരീക്ഷിക്കുന്ന സമയത്ത് പറഞ്ഞോ? എന്തെങ്കിലും ആഡ് ചെയ്തോ? എന്തെങ്കിലും ഡിലീറ്റ് ചെയ്തോ? സ്തോത്രം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രിയമുള്ളവരെ നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവരായിരിക്കണം. ഉണ്ടോ എൻ്റെ കൂടെ? ഉണ്ടോ? സ്തോത്രം. ദൈവത്തിൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കണം. യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പീൻ, കർത്താവ് അവരുടെ പ്രാണങ്ങളെ കാത്തുകൊള്ളുന്നു. സ്തോത്രം. നമ്മുടെ പ്രാണനെ കാത്തുകൊള്ളുന്ന കർത്താവിൻ്റെ കൽപ്പനകളെ ഓരോന്നും അന്വേഷിച്ച് അവൻ്റെ വിധികളെ തേടി അന്വേഷിച്ച് നമ്മൾ അതിനെ അനുസരിക്കുന്നവരായി തീരണം. എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. കർത്താവേ, എന്നോട് കൃപയുണ്ടാകണമേ, ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. 4-ാമത്തെ വാക്യം വായിച്ച് ഞാൻ നിർത്തും. 4-ാമത്തെ വാക്യം അവിടെ ഒന്ന് വായിച്ചേ. നോക്കുക, ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ്, നമ്മുടെയൊക്കെ പ്രാർത്ഥനയായത്. നമുക്ക് ബാഹ്യമായിരിക്കുന്ന ഒരു സന്തോഷമല്ല, നമ്മുടെ ഉള്ളത്തിൽ നമുക്കൊരു സന്തോഷം വേണം. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ അകത്തളങ്ങളിൽ നമ്മൾ പുറത്ത് ചിരിക്കുന്നുണ്ട്, പുറത്ത് നമ്മളെ കാണുന്നവർക്കൊന്നും നമ്മുടെ ദുഃഖം മനസ്സിലാകുന്നില്ല. പക്ഷെ ഉള്ളത്തിൽ ചില സമയത്ത് നമ്മൾ നീറുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ? ഹൃദയത്തിൽ. അതാർക്കും മാത്രമേ അറിയത്തുള്ളൂ. ഒരു കണക്കിന് പറഞ്ഞാൽ എനിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കും കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. ഈ വായിച്ച 2 വേദഭാഗങ്ങൾ, ഒന്ന് 97, സമയം മുമ്പോട്ട് പോയതുകൊണ്ട് ഞാനത് വായിപ്പിക്കുന്നില്ല വീണ്ടും. 97-ന്റെ 10 മുതലുള്ള വാക്യത്തിലും യോഹന്നാൻ 15-ന്റെ 10-11 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. തുടർന്ന് കാണുക, നിങ്ങൾക്ക് സന്തോഷമുണ്ടാകാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്ന് പറയുക കർത്താവ്. 97-ന്റെ തുടർന്നുള്ള വാക്യങ്ങളൊന്നും വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അവിടെ നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, സ്തോത്രം, ദൈവത്തിൻ്റെ ചട്ടങ്ങളെ ഓർത്ത് ആചരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം. അല്പസമയത്തേക്കൻ അല്പം ക്ലേശം തന്നെ. അതത്ര ഈസി ഒന്നുമല്ല. പലതും ത്യജിക്കേണ്ടി വരും. പലതും എന്ത് ചെയ്യേണ്ടി വരും? വേണ്ടെന്ന് വെക്കേണ്ടി വരും. പലതിനും നമ്മൾ ഇതുവരെ സന്തോഷിച്ച ബാഹ്യമായ പല സന്തോഷങ്ങൾക്കും എന്ത് ചെയ്യേണ്ടി വരും? ഒരു ഫുൾ സ്റ്റോപ്പ് വെക്കേണ്ടി വരും. അല്പസമയത്തേക്ക് അത് വേദന തന്നിരിക്കും. പക്ഷെ ഉള്ളത്തിൻ്റെ അകത്തുണ്ടല്ലോ, ഉള്ളത്തിൻ്റെ അകത്ത് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു പൈതലിന് സന്തോഷം അനുഭവിക്കാൻ കഴിയും. സ്തോത്രം. അത് അനുഭവിച്ചവർ ഈ വാക്കിനോട് ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാനായിട്ടിടയായി തീരട്ടെ. ദൈവത്തിൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്ക് ഉള്ളത്തിൻ്റെ ആഴത്തിൽ ഒരു സന്തോഷം ലഭിക്കുവാനായിട്ടിടയായി തീരും. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? അതുകൊണ്ട് നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? യഹോവ ഭക്തന്മാരായിരിക്കണം. യഹോവ ഭക്തനായി ജീവിക്കുന്നെങ്കിൽ സ്തോത്രം, നമ്മുടെ ഹൃദയം സന്തോഷിക്കുവാനായിട്ടിടയായി തീരും. നമ്മുടെ ഉള്ളത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു കർത്താവ്, നമ്മുടെ ഉള്ളത്തിൽ സമാധാനം തരുന്നൊരു കർത്താവ്. എത്ര വലിയ
കടൽത്തിര പോലെയുള്ള പ്രശ്നങ്ങൾ കടന്നു വന്നാലും സ്തോത്രം, നമ്മെ സമാധാനം ഉടുപ്പിക്കുന്ന ഒരു കർത്താവ്, നമ്മുടെ ഹൃദയത്തിൽ ലോകത്തിന് തരാൻ കഴിയാത്തൊരു സമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു കർത്താവ്. ഈ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, ഈ കർത്താവിൻ്റെ വചനങ്ങളെ പ്രമാണിക്കാം, അവൻ്റെ ഭക്തന്മാരായിട്ട് നമുക്ക് ജീവിക്കാം, യഹോവയെ സ്നേഹിക്കാം, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാം, ദോഷത്തെ വെറുക്കാം. സ്തോത്രം. ദോഷത്തെ അകറ്റി നിർത്തുകയല്ല, പാപത്തെ മാറ്റി നിർത്തുകയല്ല, പാപത്തെ വെറുക്കാൻ പഠിക്കാം. വി നീഡ് ടു ഹെയ്റ്റ്. നമുക്ക് പാപത്തെ വെറുക്കാൻ കഴിയണം. സ്തോത്രം. അങ്ങനെ പാപത്തെ വെറുക്കുന്ന ഒരു കൂട്ടമായി, യേശുവിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറാം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.